ഞാൻ ഡോക്ടർ ഷംല ഹലീമ. എനിക്ക് ട്രിവാൻഡ്രത്തും എറണാകുളത്തും ഓഷ്യൻ ജെംസ് ആൻഡ് പേൾസ് എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. എറണാകുളം എൻ്റെ ഹെഡ് ഓഫീസാണ്. എറണാകുളത്ത് ഒബ്രമാളുടെ ഓപ്പോസിറ്റ് സൈഡാണ്, ഹൈവേയിൽ ബൈപ്പാസ് റോഡിൽ. ട്രിവാൻഡ്രത്ത് കവടിയാർ ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ആണ് എൻ്റെ ഷോറൂം ഉള്ളത്. ഞാൻ 25 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്, സ്റ്റോൺസ് ബിസിനസ്സുമായിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ, ജെം സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജന്മനക്ഷത്ര കല്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർ സംസാരിക്കുകയും ഓരോ ജ്യോത്സ്യന്മാർ, ഇപ്പം നമുക്ക് മെയിനായിട്ട് പറയുവാണെങ്കിൽ നവരത്നങ്ങൾ അല്ലേ, അങ്ങനെയല്ലേ പെട്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നത്. ഈ ജെം സ്റ്റോൺസ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഓരോരുത്തർ ഓരോന്ന് പറയുന്നു, അതനുസരിച്ച് ഓരോരുത്തർ വാങ്ങിക്കുകയും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺസ് വാങ്ങിച്ചിടുകയും അതിന് ചിലർക്ക് റിസൾട്ട് ഉണ്ടാവും, ചിലർക്ക് റിസൾട്ട് ഇല്ലാണ്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം ഇത് മാർക്കറ്റിൽ ഇത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ, അതായത് സ്റ്റോൺസിനെ പറ്റിയിട്ട് ഈ ഡൈ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് യൂസ് ചെയ്ത് ആ സ്റ്റോൺസിന് ഒരു റിസൾട്ട് ഇല്ലാത്ത രീതിയിൽ ആക്കിയിരിക്കണം. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം എൻ്റെ ഷോപ്പിലാണെങ്കിൽ ഓരോ കസ്റ്റമേഴ്സ് വരാറുണ്ട്. അപ്പോൾ അവർ പലർക്കും പലതും അറിയത്തില്ല. അപ്പം ഇവരെ വെച്ചിട്ടാണ് ഓരോരുത്തർ ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞാൻ അതിനെ പറ്റിയിട്ട് എനിക്കൊന്നൊരു ഇൻട്രൊഡക്ഷൻ തരണം. കാരണം നമ്മളെല്ലാവർക്കും നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ജീവിക്കാൻ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും ചിലർക്ക് മാനസികമായിട്ട്, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അല്ലെ ആരോഗ്യപരമായിട്ടും നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഒരു ജോൾസിനെ അല്ലെ ഒരു സ്റ്റോൺ വാങ്ങിക്കണം നമ്മൾ പോകില്ല. പിന്നെ ചിലർക്ക് ഇതിനോടൊരു ഇഷ്ടം തോന്നിയിട്ട് വാങ്ങിച്ചിടുന്ന ആൾക്കാരുണ്ട്. കാരണം ചില കളർ സ്റ്റോൺസ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, അങ്ങനെ വാങ്ങിച്ചിടുന്നവരുണ്ട്. ചിലർ ഇതിന് നാളെ വെച്ച് നോക്കിയിട്ട് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മൾക്കൊരു വിഷമം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി പരമായിട്ടുള്ള ഇഷ്യൂസൊക്കെ വരുമ്പോഴായിരിക്കും നമ്മളുടെ മനസ്സിലൊരു ചിന്ത വരുന്ന, ഒരു ജോത്സ്യനെ കണ്ടാലോ നമുക്ക് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ട്, ജോത്സ്യം പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മളൊരു ജോത്സ്യനെ പോയി കാണുന്നു. ആ ജോത്സ്യം പറയുന്നതനുസരിച്ച്, അല്ല ആ ഒരു വ്യക്തി പറയുന്നതനുസരിച്ച് നിങ്ങൾ ഇന്ന കല്ലിടാൻ പറയുന്നു. അദ്ദേഹം പറയുന്നത് കറക്റ്റായിരിക്കും. നമ്മളൊരു കല്ല് വാങ്ങിച്ച് ഇന്ന സ്റ്റോൺ നിങ്ങൾ റൂബി, എമറാൾഡ്, അങ്ങനെ കുറേ സ്റ്റോൺസുകളുണ്ടല്ലോ, അതെന്തെങ്കിലും വാങ്ങിച്ച് ഇത്ര ക്യാരറ്റ് നിങ്ങൾ യൂസ് ചെയ്യാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലം സോൾവ് ആവുമെന്ന് പറയുന്നു. ഇത് വിശ്വസിച്ച് നമ്മൾ പോയി സ്റ്റോൺ വാങ്ങിക്കുന്നു, നമുക്ക് ഇട്ടിട്ട് നമുക്ക് റിസൾട്ട് ഇല്ല. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് ആ കല്ലിനോട് നമുക്കൊരു വെറുപ്പോ, ഇങ്ങനെ ഇതിനൊരു പവറുമില്ല, അല്ലെങ്കിൽ ഇതിനൊരു എന്താ പറയുന്ന ഒരു റിസൾട്ട് ഇല്ലാത്തൊരു സാധനം നമ്മൾ വെറുതെ എന്തോ അവർ പറഞ്ഞ് നമ്മൾ ഇടുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല എന്നും പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റോൺസിന് വളരെ ഒരു ബാഡായിട്ടുള്ളൊരു മാർക്കറ്റിലൊരു എന്താ വെച്ചാൽ പൊതുവെ ജനങ്ങളുടെ ഇടയിലൊരു ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ ഉള്ള റിസൾട്ടുകളും ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ പറയുന്നു, നമ്മളുടെ ഈ സ്റ്റോൺസ്, ജെം സ്റ്റോൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രീഷ്യസ് സ്റ്റോൺസ് അല്ലെങ്കിൽ സെമി പ്രീഷ്യസ് സ്റ്റോൺസ് എന്ന് പറയുന്നത് ആക്ച്വലി വളരെ റിസൾട്ടുള്ളതും ഒറിജിനൽ ആണെങ്കിൽ മാത്രം റിസൾട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മളുടെ പ്രകൃതിയിൽ വായു, അഗ്നി, ജലം എന്ന് പറയുന്നത് പോലെ തന്നെ പർവ്വതങ്ങൾക്കും സ്ഥാനമുണ്ട്. ആ പർവ്വതങ്ങളിൽ നിന്നാണ് ഇത് പാറ പൊട്ടിച്ചിട്ട് അതിനകത്തുനിന്ന് മൈൻ ചെയ്തെടുക്കുന്നതാണ് ഈ ഓരോ സ്റ്റോണുകളും. അതായത് ശരിക്കും പറഞ്ഞാൽ വേൾഡിൽ 4500 സ്റ്റോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റോണും ഇപ്പോഴും കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കയ്യിൽ വളരെ കുറച്ചൊരു 10, 1500, 2000 കളറിലുള്ള അല്ലെ 2000 തരത്തിലുള്ള സ്റ്റോണുകളാണ് നമുക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് നമ്മൾ ഇനിയും വീണ്ടും ഓരോന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാനൊരു ന്യൂസ് കണ്ടതാണ്. അതായത് ഇപ്പം ഗോൾഡിന് മാർക്കറ്റിൽ ഭയങ്കര വാല്യൂ കൂടി നിൽക്കുന്നൊരു സമയമാണ്. പക്ഷേ ഗോൾഡിനെക്കാട്ടിയും വാല്യൂ ഉള്ളൊരു സ്റ്റോണുണ്ട്, അതാർക്കും അറിയത്തില്ല. ഇത് നമുക്ക് പണ്ട് നമ്മുടെ പുരാതന കാലം തൊട്ട് 10,000 അല്ല 20,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ സ്റ്റോൺ എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പണ്ടത്തെ രാജാക്കന്മാരും രാജ്ഞിമാരും അല്ലെ പടയാളികളും എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് സ്റ്റോണുകളുണ്ട്. അതായത് അവരത് യൂസ് ചെയ്യുന്നത് ഭംഗിക്ക് വേണ്ടി ഒന്നുമല്ല. അന്നത്തെ കാലത്ത് ഈ സ്റ്റോണുകൾ യൂസ് ചെയ്തിരുന്നത് അവരുടെ പ്രൊട്ടക്ഷനും അല്ല അവരുടെ രാജ്യത്തിനുണ്ടാകുന്ന അഭിവൃദ്ധിക്കും സമ്പദ് സമൃദ്ധിക്കും വേണ്ടിയിട്ട്, ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ സ്റ്റോണുകൾ യൂസ് ചെയ്തിരുന്നത്. നമ്മളുടെ ഇവിടെ തന്നെ പല കൊട്ടാരങ്ങളിലും ഇതിൻ്റെ വിലയേറിയ പല രത്നങ്ങൾ, അമൂല്യമായിട്ടുള്ള പല രത്നങ്ങളും ഉണ്ട്. നമ്മൾ ഒരേ ന്യൂസിലും എല്ലാം വായിച്ച് നമുക്കറിയാം.
പക്ഷേ ഇതിപ്പം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട് ആ സ്റ്റോണ്, നമ്മളത് പറഞ്ഞു കൊടുത്ത് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കാറുമുണ്ട്, അത് അവർ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ടും ഉണ്ട്. നമ്മൾക്കിപ്പം ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ ഒരാൾക്കൊരു നമ്മളൊരു സ്റ്റോൺ കൊടുത്ത് അവർക്ക് ആ റിസൾട്ട് വരണം, എന്നാലേ അവർക്ക് അതിനകത്തൊരു ട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു സ്റ്റോൺ, ഇപ്പം നമുക്കൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു സ്റ്റോൺ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതിനെങ്ങനെയെങ്കിലും നമുക്ക് വരുന്ന ക്ലയൻറ്റ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കാം. പക്ഷേ അതല്ല നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ, ഒരാൾ വന്ന് പല ആവശ്യങ്ങളായിട്ട് പലർക്കും പല ബുദ്ധിമുട്ടായിട്ടായിരിക്കും വരുന്നത്. സ്റ്റോണിലേക്ക് തിരിയുന്നത് അവസാനം ഇപ്പം നമ്മൾ അമ്പലങ്ങളിൽ പോകും, അവിടെയും നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊരു നമുക്കൊരു വിഷമോ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളൊരു ജോത്സ്യനെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജോത്സ്യനെ കാണാൻ പോകണം. അപ്പോൾ ആ ജോത്സ്യൻ നമ്മളുടെ അടുത്ത് സ്റ്റോൺ ഇടാൻ പറയും. അപ്പം അങ്ങനെ നമ്മൾ പോയി ഈ സ്റ്റോൺ നമ്മൾ നോക്കി ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയോ അല്ലെങ്കിൽ ജോത്സ്യൻ്റെ കയ്യിൽ നിന്നോ നമ്മൾ സ്റ്റോൺ വാങ്ങിച്ചിടുന്നു. അതെല്ലാം നമുക്ക് ഒറിജിനൽ ആണെന്നില്ല. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ, ഈ സ്റ്റോൺ നമ്മൾ ഈ പറഞ്ഞ പോലെ അഗ്നി, വായു, ജലം പോലെ തന്നെ ഒറിജിനൽ സ്റ്റോൺ, അതായത് ഈ പാറകളിൽ നിന്ന് കട്ട് ചെയ്ത് അതിനെ അതിനെ ഡ്രില്ല് ചെയ്ത് പോളിഷ് ചെയ്ത് ഒക്കെ ചെയ്ത് എടുക്കുമ്പോഴാണ് ഈ സാധനം നമ്മുടെ കയ്യിൽ മോതിരങ്ങളായിട്ടും മാലകളായിട്ടൊക്കെ നമുക്ക് വരുന്നത്. അതിൻ്റെ റിസൾട്ട് നമുക്ക് വരണമെങ്കിൽ ആ സ്റ്റോൺ ഒറിജിനൽ ആണെങ്കിൽ മാത്രമേ ഈ റിസൾട്ടുകളെല്ലാം നമുക്കുണ്ടാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസും സെമി പ്രഷ്യസ് സ്റ്റോൺസും നമുക്ക് ഇപ്പം എല്ലാവർക്കും ഈ സ്റ്റോൺസ് ഒറിജിനൽ ആണോ അല്ലയോ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റൂല, എല്ലാവർക്കും പറ്റൂല. ഇപ്പം ഈ ഓൺലൈൻ മറ്റേ നമ്മുടെ ഇതിനകത്തൊക്കെ സോഷ്യൽ മീഡിയ വഴി ഈ സ്റ്റോൺസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട്, അതായത് മാർക്കറ്റ് ചെയ്യുവാണ്, അത് ബിസിനസ്സിന് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് ഒറിജിനൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല, കാരണം വളരെ തുച്ഛമായ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഒറിജിനൽ സ്റ്റോൺസിന് എപ്പോഴും നല്ല വിലയുണ്ട്. ഇപ്പോൾ ഈ സ്വർണത്തിന് വില കൂടി നിൽക്കുന്ന സമയത്ത് ഈ ലാപ്പിസ് ലസുല്ലി എന്ന് പറഞ്ഞാൽ, അതായത് ഗോൾഡ് ഗോൾഡിനെക്കാട്ടിയും വിലയുള്ള ഒരു സ്റ്റോൺ ഉണ്ട്. അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് വരുന്നത്, ലാപ്പിസ് ലസുല്ലി. അത് പണ്ടത്തെ രാജാക്കന്മാർ അത് രാജ്യത്തിൻ്റെ വെൽത്തിനും അവരുടെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ടാണ് ആ സ്റ്റോൺ, അതായത് അവരുപയോഗിച്ചിരിക്കുന്ന പടയാളികൾ ഉപയോഗിക്കുന്ന അവരുടെ പടച്ചട്ടകളിലും വാള്, അവരുടെ തലപ്പാവ് അല്ലെ ക്രൗണിൽ, പിന്നെ അതുപോലെ തന്നെ വലിയ രാജ്ഞിമാരൊക്കെ യൂസ് ചെയ്യുന്ന, അവിടുത്തെ പ്രിൻസസൊക്കെ യൂസ് ചെയ്യുന്ന മാലകളിൽ റിംഗ് ആയിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ രാജ്യത്തിന് വേണ്ട വെൽത്തിന് വേണ്ടിയിട്ടാണ് അവരിതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇപ്പോഴാണ് അതൊക്കെ ഒരു ഫാൻസി, അല്ലെന്നുണ്ടെങ്കിൽ ആ കളർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ എടുക്കുന്നത്. ഇതല്ല, ഇതിന് ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നു. ഈ ലാപ്പിസ് ലസുല്ലി ബ്ലൂ ഗോൾഡ് എന്നാണ്. അതായത് നമ്മുടെ ഗോൾഡിനെ കാട്ടിയും ഇപ്പോഴത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഗോൾഡിനെ കാട്ടിയും വാല്യൂ ഉണ്ട്, 1 ഗ്രാം ഗോൾഡിനെ കാട്ടിയും വാല്യൂ ഉണ്ട് ആ സ്റ്റോൺ 1 ക്യാരറ്റ് നമ്മൾ വാങ്ങിക്കുന്നതിന്. പക്ഷേ ഈ സ്റ്റോൺ ഒറിജിനൽ ആണെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് മസ്റ്റായിട്ട് വരും. അതായത് നമ്മൾ ഈ പറഞ്ഞ പ്രൊട്ടക്ഷനും നമുക്കുണ്ടാകുന്ന വെൽത്തും ഇതെല്ലാം ഈ സ്റ്റോൺ റിയൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരും. അതിപ്പോൾ നമുക്ക് ഒരാൾ എത്ര ക്യാരറ്റ്, ഞാനിപ്പോൾ സംസാരിക്കുന്നത് പ്രഷ്യസ് സ്റ്റോൺസിനെ പറ്റിയിട്ടല്ല, സെമി പ്രഷ്യസ് സ്റ്റോൺസിനെ പറ്റിയിട്ടാണ്. പ്രഷ്യസ് സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ജ്യോത്സ്യം പറയുന്ന പോലെ ഇത്ര ക്യാരറ്റ് സ്റ്റോൺസ് നമ്മളിടണം. അത് ഒരാളുടെ ജനിച്ച സമയവും അവരുടെ എന്താ പറയുക, അവരുടെ ജനിച്ച വർഷം, അവരുടെ നാള് അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഇപ്പോൾ AM ആണോ PM ആണോ ജനിച്ചത്, അതൊക്കെ വെച്ച് നോക്കി കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് നോക്കി കണ്ട് പറയുന്ന ഒരു ഇടേണ്ട ഒരു സ്റ്റോണാണ് പ്രഷ്യസ് സ്റ്റോൺസ്. അതായത് നമ്മൾ ആ പ്രഷ്യസ് സ്റ്റോൺസ് നമുക്കല്ലാത്തതാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിന് നെഗറ്റീവ്, അതായത് പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയല്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഷ്യസ് സ്റ്റോൺസ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മളുടെ ഒറിജിനൽ സ്റ്റോൺ അല്ലെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കറക്റ്റ് മാച്ചിങ് സ്റ്റോൺ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ റൂബി ഇടേണ്ട ഒരാൾ ബ്ലൂ സഫയർ ഇട്ട് കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ നെഗറ്റീവ് എനർജി എന്തായാലും ഉണ്ടാവും. ചിലർക്കത് സഡനായിട്ട് യൂസ് ചെയ്ത് ചിലപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ അവർക്ക് റിസൾട്ട് വരും. അല്ലെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതെ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് ഉണ്ടാവും, നെഗറ്റീവായിട്ട് നമുക്ക് ചിന്തകൾ വരും, നെഗറ്റീവ് എനർജി നമ്മുടെ ബോഡിയിലേക്ക് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പ്രഷ്യസ് സ്റ്റോൺസ് എപ്പോഴും, ഞാനാണെങ്കിൽ പോലും ഇത്രയും 10-25 വർഷമായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ പോലും ഈ പ്രഷ്യസ് സ്റ്റോൺസ് ഡീൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വളരെ കെയർ ചെയ്ത് ഒന്നും കൂടെ ചോദിച്ച് നോക്കി അവരുടെ കറക്റ്റ് സ്റ്റോൺ ആണെന്ന് നോക്കിയിട്ട് മാത്രമേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ.
സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണെങ്കിൽ കുഴപ്പമില്ല, കാരണം ഓരോ സെമി പ്രഷ്യസ് സ്റ്റോൺസിനും ഓരോ പവറാണ്. അതായത് ചില സ്റ്റോൺസ് പ്രണയിനികൾക്ക് വേണ്ടിയിട്ട്, അതായത് ലവ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോണാണ് പിങ്കോട്സ്. അതേപോലെ തന്നെ എമിത്തിസ്റ്റ് ഉണ്ട്, അതായത് സ്പിരിച്വൽ, അതായത് നമുക്ക് ഈ പലർക്കും മൂഡ് സ്വിങ്സ് വരാറുണ്ട്, അതിന് വേണ്ടിയിട്ട് എമിത്തിസ്റ്റ് ഉണ്ട്. അങ്ങനെ പല 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 സ്റ്റോൺസുകൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം ഞാൻ ഈ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നത് തന്നെ സ്റ്റോൺസ് എന്താണെന്നും അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു കളർ നോക്കിയിട്ട് എടുക്കുന്നതിലല്ല കാര്യം, ആ സ്റ്റോൺസിനകത്ത് എന്തൊക്കെ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഗ്രേഡ്, അതിൻ്റെ ക്വാളിറ്റി, അത് വരുന്ന സ്ഥലങ്ങൾ, പല കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ഓരോ സ്റ്റോണും. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ പല സ്ഥലത്തും നമ്മൾ പോയിട്ട് 10 രൂപയ്ക്ക് അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സ്റ്റോൺസ് ഒരിക്കലും ഒറിജിനൽ അല്ല. ഒറിജിനൽ സ്റ്റോൺസിന് എപ്പോഴും വാല്യൂ ഉണ്ട്, കാരണം അത് അത്രയും കുറേ പേരുടെ എഫേർട്ടാണ്. കാരണം ചില പാറ പൊട്ടിക്കുന്നു, അതിൻ്റെ കട്ട് ചെയ്യുന്നു, അത് ഗ്രേഡ് ചെയ്തു, അത് ഫിനിഷ് ചെയ്ത്, അവസാനമാണ് കട്ടിങ് വരുന്നത്, അത് ഫിനിഷ് ചെയ്ത് കട്ട് ചെയ്ത് പിന്നെ അതിനകത്ത് ഏത് ഷേപ്പിലാണ് വേണ്ടത്. നമുക്ക് പിന്നെ സ്റ്റോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പം ഷേപ്പ് ചെയ്ത് അതിൻ്റെ ഗ്രേഡ് നോക്കി സെലക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ആക്കി, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി, അങ്ങനെ പല രീതിയിലാക്കിയിട്ട് നമ്മളുടെ കയ്യിൽ പല ഷേപ്പിൽ അത് അതിൻ്റെ കട്ടിങ്ങിലും പ്രത്യേകതയുണ്ട്. ഓരോ കട്ടിങ് വരും, റൗണ്ട്, ഓവൽ, സ്ക്വയർ, പല ബോട്ട് ഷേപ്പ്, അങ്ങനെ പല രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ കട്ടിങ്ങിലും വ്യത്യാസമില്ല. പിന്നെ അതുപോലെ തന്നെ ഓരോ രാജ്യത്തു നിന്ന്, ഇപ്പോൾ ജാപ്പനീസ് കട്ടിംഗ് ഉണ്ട്, ജയ്പൂർ കട്ടിംഗ് ഉണ്ട്, പിന്നെ നമ്മുടെ ഓസ്ട്രേലിയൻ കട്ടിംഗ് ഉണ്ട്, അങ്ങനെ പല ഷേപ്പിൽ വരുന്ന സ്റ്റോൺ. അതിനനുസരിച്ച് ഷേപ്പിനും വരുന്ന വെച്ചാൽ അത്രയും വേസ്റ്റ് അവർക്ക് വരുവാണ്. ഓരോ കട്ടിങ്ങിലും വേസ്റ്റ് വരുന്നുണ്ട് സ്റ്റോണിൻ്റെ. അപ്പോൾ അതിനനുസരിച്ച് അവർ അതിൻ്റെ റേറ്റിലും വ്യത്യാസം വരും. പിന്നെ ഇതിൻ്റെ ലഭ്യത, അതായത് ഈ സ്റ്റോൺ നമുക്കിപ്പം ചില സ്റ്റോൺസുകൾ ചില രാജ്യത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അത് ബാക്കി കുറേ സ്റ്റോൺസ് കുറേ രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഓരോ രാജ്യത്ത് 1-2 സ്റ്റോൺസ് ഒരു രാജ്യത്തു നിന്ന് മാത്രമേ, അതായത് ഇപ്പം നമ്മൾ ബ്ലൂ സഫയർ നമുക്ക്, അല്ലെങ്കിൽ റൂബി നമുക്ക് ഇന്ത്യയിൽ കിട്ടും, ആഫ്രിക്കയിൽ കിട്ടും, ബർമയിൽ കിട്ടും, ബാങ്കോക്കിൽ കിട്ടും. അതേപോലെ അത് ഇത്രയും 3-4 രാജ്യങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ നമുക്ക് സഫയർ നമുക്ക് ഒരു രാജ്യത്തു നിന്നേ ഒറിജിനൽ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആംബർ എന്ന് പറഞ്ഞ സ്റ്റോൺ ഒരു രാജ്യത്ത് നിന്ന്, താൻസനൈറ്റ് എന്ന് പറഞ്ഞ സ്റ്റോൺ, അങ്ങനെ അതെല്ലാം ഒറ്റ രാജ്യത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. പിന്നെ എന്ത് വെച്ച് നോക്കിയാലും ഒറിജിനൽ സ്റ്റോൺസിന് നമ്മളൊരു ക്യാരറ്റ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ക്വാളിറ്റി ബേസ് വെച്ചിട്ട് ഇതിന് റേറ്റ് കൂടും. ഒരിക്കലും ഒറിജിനൽ സ്റ്റോൺസ് ചീപ്പ് റേറ്റിന് കിട്ടില്ല. അത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ബേർത്ത് സ്റ്റോൺ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്.